അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, ഓഗസ്റ്റ് മാസം 14-ാം തീയതി ശബാബുന ഹിമമുൻ വഖിയം, യുവത്വമെന്നാൽ ദൃഢനിശ്ചയവും മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് എന്ന ആശയമാണ് UAE ജുമുഅ ഖുതുബ സംവേദനം ചെയ്യുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി എന്താണ് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് ഓരോരുത്തരും വിചിന്തനം ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, കാരണം അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. സത്യവിശ്വാസികളെ, ഇന്നു നാം സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തെക്കുറിച്ചാണ്. ആ ഘട്ടത്തിലാണ് അള്ളാഹു സമ്പൂർണമായ കഴിവും ഉന്നതമായ ഇച്ഛാശക്തിയും നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അള്ളാഹു തന്നെ യുവത്വത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. നിങ്ങളെ അങ്ങേയറ്റം ദുർബലമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കുകയും പിന്നീട് ആ ദുർബലാവസ്ഥയ്ക്കു ശേഷം നിങ്ങൾക്ക് കരുത്തേകുകയും ചെയ്തവനാണ് അള്ളാഹു എന്നാണ്. ദുർബലതയ്ക്കു ശേഷമുള്ള കരുത്തിൻ്റെ ഘട്ടം യുവത്വമാണ്. യുവത്വമെന്നാൽ കായികമായ ശേഷിയാണ്, ആത്മീകമായ ഔന്നത്യമാണ്, ആഗ്രഹങ്ങളുടെ പരമ കോടിയാണ്, രാജ്യത്തിനും സമൂഹത്തിനും നേട്ടങ്ങളും സേവനങ്ങളും സമർപ്പിക്കേണ്ടുന്ന സമയമാണ്. നമ്മുടെ യുവത്വം സമ്പൂർണത കൈവരിക്കുന്നതും അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായി നൽകുന്നതും ആ യുവത്വത്തിന് ഈമാനിൻ്റെ ദിശയുണ്ടാകുമ്പോഴാണ്. മൂല്യങ്ങൾ ആ യുവത്വത്തെ വഴി നടത്തുകയും അറിവും ബോധ്യവും യുവത്വത്തെ നന്മയിലേക്ക് തിരിച്ചു നടത്തുകയും ചെയ്യുമ്പോഴാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിക ശക്തിയും ഉത്തമമായ മൂല്യങ്ങളും ഉയർന്ന ഇച്ഛാശക്തിയും ഒന്നിച്ചു സമ്മേളിച്ച പ്രശോഭിതമായ യുവത്വത്തിൻ്റെ ധാരാളം കഥകൾ നമുക്ക് മുന്നിൽ വിവരിച്ചിട്ടുണ്ട്. അത്തരമൊരു സംഭവത്തെക്കുറിച്ചാണ് സൂറത്തുൽ കഹ്ഫിൽ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ എന്നല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അതായത്, തങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അങ്ങനെ നാം സന്മാർഗത്തിൽ വർധനവ് നൽകുകയും ചെയ്ത ഒരു കൂട്ടം യുവാക്കളായിരുന്നു അത്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ബദ്ധശ്രദ്ധാലുക്കളാവുക. കാരണം ആ വിശ്വാസമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ മാർഗം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഒരു സന്തോഷ വാർത്ത നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരന് പ്രവാചകർ നൽകിയ സന്തോഷ വാർത്തയാണത്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു മറ്റൊരു തണലുമില്ലാത്ത അന്ത്യനാളിൽ തൻ്റെ സവിശേഷമായ തണൽ നൽകി ആദരിക്കും. ആ കൂട്ടത്തിൽ പ്രവാചകർ ഇങ്ങനെയും എണ്ണി: വശാബുൻ നശഅ ഫീ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് വളർന്ന ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാവുക. അവർക്ക് നന്മ ചെയ്യുക, അവരോട് ഗുണം പ്രവർത്തിക്കുക. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ അവർ നിങ്ങൾക്കു വേണ്ടി ചെലവഴിച്ച കഠിനാധ്വാനത്തിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ മുഴുവൻ പ്രതീക്ഷകളും നിങ്ങളിലാണ്. നിങ്ങളിൽ നിന്ന് ഒരു തുണയും തണലും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും ഉറവിടങ്ങളും നിങ്ങളാണ്. ചെറുപ്പക്കാരെ,
നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നന്നായി സംരക്ഷിക്കുക, സമയത്തിൻ്റെ മൂല്യം ഉൾക്കൊള്ളുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെപ്പോലെ ഒരു ചെറുപ്പക്കാരന് നൽകിയ ഉപദേശം നിങ്ങളൊന്ന് കേൾക്കുക. പ്രവാചകർ പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങളെ അവയുടെ വിപരീതങ്ങളായ 5 കാര്യങ്ങൾ വന്നു ഭവിക്കുന്നതിനു മുമ്പ് ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം വരുന്നതിനു മുമ്പ് യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. വസിഹ്ഹതക ഖബ്ല സഖമിക, രോഗാതുരനാവുന്നതിനു മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബ്ല ശുഗ്ലിക, ജോലികളും തിരക്കുകളും വന്നുപെടുന്നതിനു മുമ്പ് നല്ല സമയത്തെ ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നാം നമ്മുടെ സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ജീവിതയാത്രയിൽ നമ്മുടെ ലക്ഷ്യമെന്താണ്? എന്താണ് നമ്മുടെ നാടിന് നാം സമർപ്പിക്കുന്നത്? അതുകൊണ്ട് നാം നമ്മുടെ ഒരു ദിവസവും നേട്ടങ്ങളില്ലാതെ കടന്നുപോവാൻ അനുവദിക്കരുത്. നമ്മുടെ ഇന്നും ഇന്നലെയും ഒരുപോലെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നാം വഞ്ചിതരാണ് എന്നാണ്. നമ്മുടെ ഇന്നലെ ഇന്നിനേക്കാൾ മനോഹരമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥവും നാം നഷ്ടത്തിലാണ് എന്നാണ്. കാരണം ഓരോ ദിവസവും നേട്ടങ്ങളുണ്ടായിരിക്കണം. ഇന്ന് ഇന്നലെയേക്കാൾ സുന്ദരമായിരിക്കണം. ഓരോ ദിവസവും നാം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ടായിരിക്കണം. നാം നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന കഴിവും സിദ്ധിയും ഉണ്ടായിരിക്കണം. നാം സംസാരിക്കുന്നതിന് മുമ്പ് അറിവ് നേടിയെടുക്കണം. അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞിട്ടുള്ളത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഏതൊരാൾ അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിക്കുന്നുവോ ആ സമയം തന്നെ അള്ളാഹു അയാളുമായി സ്വർഗത്തിലേക്കുള്ള ഒരു വഴി പ്രവേശിക്കുമെന്ന്. വിവരങ്ങൾ പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിനു മുമ്പ് അത് സത്യമാണോ എന്നു നിങ്ങൾ ഉറപ്പുവരുത്തണം. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. തെമ്മാടിയായ ഒരാൾ, ഒരു കുബുദ്ധി നിങ്ങൾക്ക് മുന്നിൽ ഒരു വാർത്തയുമായി വന്നാൽ അത് സത്യമാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. വ്യത്യസ്ത വിഷയങ്ങളിൽ അതിലെ വിദഗ്ധരുമായി സംവദിച്ച് കൃത്യമായ വിവരങ്ങളും അറിവുകളും മാത്രം നാം കരസ്ഥമാക്കണം. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുക. മാന്യതയും കുലീനതയും നമ്മുടെ വ്യതിരിക്ത സ്വഭാവങ്ങളാണ് എന്നു നാം മനസ്സിലാക്കണം. നാം ഒറ്റക്കായിരിക്കുമ്പോൾ വ്യക്തിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അവധാനതയായിരിക്കണം നമ്മുടെ മാനദണ്ഡം. യുക്തിമതിത്വമായിരിക്കണം നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തി, വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. വിശാലമായ അറിവും യുക്തിയും ഒരാൾക്ക് നൽകപ്പെട്ടാൽ അവന് വലിയ നന്മകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളാണ് പ്രതീക്ഷ. രാഷ്ട്രനിർമ്മിതിയിൽ നിങ്ങളാണ് ആശ്രയം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലത്ത് വല്ല പ്രതിസന്ധികളും വന്നു ഭവിച്ചാൽ യുവാക്കളെ തൻ്റെ അടുത്ത് വിളിക്കുകയും അവരോട് കൂടിയാലോചന നടത്തി അവരുടെ സൂക്ഷ്മമായ ബുദ്ധിശക്തി ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നാടിനു വേണ്ടി സേവന സന്നദ്ധരാവുക. മുതിർന്നവരുടെ അനുഭവവും പരിചയവും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ മഹത്തായ രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഷെയ്ഖ് സായിദ് ത്വയ്യബ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതുപോലെ, യാദ ശബാബൽ ബാനി ബാദിർ വഖും ബിജുഹൂദി. രാജ്യത്തെ നിർമ്മിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ കർമ്മ നിരതരാവുക, കഠിനാധ്വാനശാലികളാവുക. മഹാനായ സായിദിൻ്റെ പൈതൃകത്തിൽ നിന്ന് നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾ സ്വാംശീകരിക്കുക. ഷെയ്ഖ് സായിദിൻ്റെ ഹിക്മത്തിൽ നിന്ന് നിങ്ങൾ സുന്ദരമായ കാഴ്ചപ്പാടുകളും ഭാവിയെക്കുറിച്ചുള്ള തിരിച്ചറിവും നേടുക. മനുഷ്യരോട് ഷെയ്ഖ് സായിദ് കാണിച്ച പരിഗണനയിൽ നിന്ന് നിങ്ങൾ കരുത്തു നേടുക. നിങ്ങളുടെ ശേഷികൾ വികസിപ്പിക്കുക.
ഷേഖ് സായിദിൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്ന് നിങ്ങൾ നിരന്തരമായ ശ്രമവും വിജയത്തിനു വേണ്ടിയുള്ള ഉറച്ചുനിൽപ്പും പരിശീലിക്കുക. മനുഷ്യരോട് ഷേഖ് സായിദ് കാണിച്ച ആദരവിൽ നിന്നും ബഹുമാനത്തിൽ നിന്നും സഹിഷ്ണുതയുടെ പരസ്പര സഹകരണത്തിൻ്റെ പാഠങ്ങൾ നിങ്ങൾ പഠിക്കുക. രാജ്യത്തിൻ്റെ ഐക്യത്തിനായി അദ്ദേഹം ചെലുത്തിയ സത്വരമായ ശ്രദ്ധയിൽ നിന്ന് പരസ്പര ഐക്യത്തിൻ്റെയും സംഘടിത പ്രവർത്തനത്തിൻ്റെയും സന്ദേശം നാം ആവാഹിക്കുക. ഊർജങ്ങളുടെ ഉറവിടങ്ങൾ നിലനിൽക്കുവാനായി അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ സംരക്ഷിക്കുവാനുള്ള സന്ദേശം നാം മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ നിന്ന് പൊതു സേവനങ്ങളോടും മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നതിനോടുമുള്ള സ്നേഹം നാം പഠിച്ചെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും ഭയഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.